പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും മറ്റൊരു തന്നെ ആലോചന വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ പിന്നെ എന്നാ വിളിക്കും? അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് ഒരു പരിധി വരെ ആളുകൾ തരം താണു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വായിച്ച ഈ വാക്യം നമ്മളോട് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. ദൈവം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ദൈവത്തിന്റെ പ്രവൃത്തികൾ പലതും അനുഭവിച്ചറിയുന്ന ദൈവമക്കളാണ് നമ്മൾ. എന്നാൽ അതിലൊക്കെ അതിശ്രേഷ്ഠകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ദൈവം തന്റെ ആലോചന നമുക്ക് പകർന്നു തന്ന് ഇവ നടത്തുന്നുണ്ട്. എന്നാൽ ഈ ദൈവം ആലോചന നമുക്ക് പകർന്നു തരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ വാക്യ നിമിത്തം നമുക്ക് ഒഴിയുവാനായിട്ട് അവകാശമില്ല. ഞാൻ അതിലേക്ക് പോകുന്നു. ഈ ലോകത്തിലും അതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പലതരത്തിലുള്ള ആലോചനകൾ ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് തൊട്ട് അധികം വാക്യം ഒന്നും വായിപ്പിക്കാതെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആലോചനകളിൽ പ്രധാനപ്പെട്ട ഒരു ആലോചന എന്ന് പറയുന്നത്, എനിക്ക് ആലോചന എന്ന് പറയും പ്രവാചകൻ തലയൊക്കെ വെച്ചിട്ട് മോനെ വെക്കുന്ന കാര്യമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്. 81-ാം സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കും. 81-ാമത്തെ സങ്കീർത്തനത്തിന്റെ 11. Psalms 81 verse 11. I told children if you can take it well and good. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ട്. അപ്പൊ ദൈവം എന്താ ചെയ്തു? ദൈവം അവരോട് സംസാരിച്ചു. അടുത്ത വാചകം, അതുകൊണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കുക ദൈവമക്കളെ, നമുക്കൊക്കെ നടക്കുവാൻ കഴിയുന്ന ഒരു വഴിയുണ്ട്. ആ വഴിക്ക് വചനം പറയുന്നത് എന്താണെന്നറിയാമോ? സ്വന്തം ആലോചന പ്രകാരം, സെൽഫ് കൗൺസിൽ. ശ്രദ്ധിക്കണം, നമ്മുടെ സ്വന്തം ആലോചനയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതൊരു സത്യമായ കാര്യമാണ്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ സകല കാര്യങ്ങളും സ്വന്തം ആലോചനയ്ക്കും സ്വന്തം ഇഷ്ടത്തിനും മാത്രം നടത്താൻ പ്രാപ്തിയും ജ്ഞാനവുമുള്ള ഒരു വ്യക്തിയും ഇന്ന് വരെ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. ഇനി മേലാൽ ഭൂമിയിൽ ജീവിക്കാനും പോകുന്നില്ല. നമ്മുടെ കർത്താവ് ഒരു എക്സെപ്ഷൻ ആണെന്ന് നമുക്ക് തോന്നിയാൽ പോലും നമ്മുടെ കർത്താവ് തന്റെ ഐഹിക ജീവിതത്തിൽ സ്വന്തമായി കാര്യങ്ങൾ എപ്പോഴും ചെയ്തു കൊണ്ടുപോകാതെ പിതാവിനോട് ആലോചനയും ഇഷ്ടവും അന്വേഷിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പോലും ഈ ഭൂമിയിൽ ജീവിച്ചത്. നമുക്കറിയാം, ഇന്നും എന്നും രാജാക്കന്മാർ അവരുടെയൊക്കെ രാജസദസ്സുകളിൽ അവര് വിദൂഷകന്മാരെ വെച്ചിരുന്നു, ശാസ്ത്രിമാരെ, ജ്ഞാനികളെ രാജാവിന് ആലോചന പറയേണ്ടതിന് വെച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഭാരതം ഭരിക്കുന്ന മൻമോഹൻ സിംഗ് കൊച്ചു പുള്ളിയൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ ഇമെയിലൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബയോഡേറ്റ കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഹു ക്യാൻ ബീറ്റ് ദിസ് റഷ്യൻ, അല്ലേ? ഹു ക്യാൻ ബീറ്റ് ദിസ് റഷ്യൻ. ഇതുവരെ അത് ബീറ്റ് ചെയ്യുന്ന ഒരു റസ്യം എങ്ങും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്ര സൂപ്പർ. എന്നാൽ അദ്ദേഹം ഭാരത മഹാരാജ്യം ഭരിക്കുന്നത് തന്റെ സ്വന്തം ആലോചനയ്ക്കല്ല. അദ്ദേഹത്തിനും ഓരോ ഡിപ്പാർട്ട്മെന്റിനും അഡ്വൈസേഴ്സ്, സാമ്പത്തിക ഉപദേഷ്ടാവുണ്ട്, ശാസ്ത്രീയ ഉപദേഷ്ടാവുണ്ട്, രാഷ്ട്രീയ ഉപദേഷ്ടാവുണ്ട്. ആളറിവുള്ളവനാ, കഴിവുള്ളവനാ. പക്ഷെ
പക്ഷെ സകല കാര്യവും ചെയ്യുവാൻ താൻ പോലും പ്രാപ്തനല്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് അതാത് മണ്ഡലങ്ങളിൽ പ്രാവീണ്യം ലഭിച്ച ആളുകളെ അഡ്വൈസേഴ്സ് ആയിട്ട്, ഉപദേഷ്ടാക്കന്മാരായിട്ട് നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ആ പശ്ചാത്തലത്തിൽ നിങ്ങളോട് പറയുന്നതിന്റെ കാര്യം, ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറയുകയാണ്, അവര് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. ആവർത്തിച്ച് ദൈവം അവർക്ക് തന്റെ ദാസന്മാരിലൂടെ ആലോചന പറഞ്ഞു കൊടുത്തു. പക്ഷേ ദൈവത്തിന്റെ ആലോചനകളെ പിറകിലെറിഞ്ഞു കളഞ്ഞിട്ട് അവര് മുന്നോട്ട് പോയപ്പോൾ ദൈവം തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. എന്താണെന്നറിയാവോ? എന്നാൽ അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ദൈവം തന്നെയാണ് പറയുന്നത്. സങ്കീർത്തനക്കാരൻ എഴുതുന്ന ദൈവം പറയുകയാണ്, ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കണം. ഈ ചില ആളുകളൊക്കെ പറയുന്നൊരു പറച്ചിലുണ്ടല്ലോ, എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ തരണ്ട. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങളാരും പറഞ്ഞിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മള് ആശയത്തിൽ പറഞ്ഞിട്ടില്ലയോ, എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട, ആരും എന്നെ ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാവുന്നുള്ള ചിന്ത. ഇസ്രായേൽ മക്കൾക്ക് ഇതാ പറ്റിയത്. പ്രവാചകന്മാരോടും ദൈവത്തിന്റെ ദൂതന്മാരോടും ഒക്കെ അവര് പ്രതികരിച്ചത് താൻ തന്നെ പഠിക്കോടൂ, ഇവിടെ ഞങ്ങൾക്കറിയാം എങ്ങനെ പോണോന്നുള്ളത് എന്നുള്ള നിലവാരത്തിൽ അവര് പ്രതികരിച്ചത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ എന്തോ ചെയ്തെന്നറിയാമോ? ഇവന്മാരുടെ ഹൃദയത്തെ പിന്നത്തേതിലങ്ങ് കഠിനപ്പെടുത്തി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവനോനിസം പ്രാക്ടീസ് ചെയ്യേണ്ടതിന് വേണ്ടി. അതെന്തോ ഇസമാന്നുള്ളതാ. അങ്ങനെ ഇസം നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കില്ല. അങ്ങനെ കൊണ്ട് ഇസം മറ്റാരും പറയുന്നൊന്നും പിന്നെ കേൾക്കണ്ട, അവനോനിസം പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കോളാം. സ്വന്തം ഇഷ്ടം എന്തോ അതങ്ങ് നടത്തിക്കൊണ്ടു പോകാൻ. ഇന്ന് രാത്രി ഞാൻ ചുരുക്കി പറയുമ്പോൾ നിങ്ങളോട് പറയട്ടെ, എല്ലാ കാര്യവും നമ്മൾ പിടിച്ചതുപോലെ തന്നെ അങ്ങ് പോവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ മിടുക്കരാന്നല്ല, സംതിങ് റോങ് വിത്ത് us. ഇതെന്നാന്നുള്ളത് അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ ആലോചന പോലെ, നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ ബുദ്ധി പോലെ മാത്രം കാര്യങ്ങൾ പോവാന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തമ്പുരാൻ ഹൃദയകാഠിന്യത്തിനെ ഏൽപ്പിച്ചേക്കോ, ഒന്ന് വഴി കൂടെ നടന്നോളാം. വേദപുസ്തകത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ മിടുക്കരാന്നൊന്നും തോന്നിപ്പോകരുത്. എടുത്തു വെക്കുന്ന ചോടെല്ലാം ശരിയാകുന്നു, പറയുന്ന കാര്യമെല്ലാം ഒത്തുവരുന്നു, ഒന്നും ഒരു കുഴപ്പമില്ല, എല്ലാം അങ്ങ് ഓക്കെ ആയി പോവുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിന്റെ അർത്ഥം ബ്രേക്ക് ചെയ്യണം. തമ്പുരാൻ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചിട്ട് സ്വന്തം ആലോചന പ്രകാരം നടന്ന് ഒടുവിൽ നാശത്തിലെത്താനുള്ള പോക്കാണോ നമ്മൾ പോകുന്നതെന്ന് ഇരുത്തി ചിന്തിക്കാനിടയായി തീരണം. ഇന്ന് രാത്രി അപകടകരമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സ്വന്തം ആലോചന പ്രകാരമുള്ള നമ്മുടെ യാത്ര. എത്ര ജ്ഞാനവും വിദ്യാഭ്യാസവുമുള്ള വിശ്വാസിയായാലും, എത്ര അഭിഷേകമുള്ള ശുശ്രൂഷകനായാലും, മറ്റുള്ളവരുടെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. മുന്നോട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആലോചനകളിൽ ഒന്ന് സ്വന്തം ആലോചനയാണ്. അപ്പോൾ നമ്മുടെ അകത്തുയരുന്ന ആലോചനയാണെങ്കിലും അത് ദൈവത്തിന്റെ വചനവുമായും ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ അവലോകനം ചെയ്തിട്ട് വേണം നാം അത് നടപ്പാക്കുവാൻ ശ്രമിക്കുവാൻ എന്ന് പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് ഞാൻ മാറുകയാണ്. അപ്പോൾ സെൽഫ് കൗൺസിൽ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കൗൺസിൽ ഓഫ് മാൻ. മനുഷ്യന്റെ ആലോചന. ഈ മനുഷ്യന്റെ ആലോചനകളിൽ തന്നെ രണ്ട് തരത്തിലുള്ള ആലോചനകൾ. നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കും. നമുക്ക് പലരും ഉപദേശവും ആലോചനയും ഒക്കെ തരും. അത് പ്രവാചകനായിക്കൊള്ളട്ടെ, ശുശ്രൂഷകനായിക്കൊള്ളട്ടെ, കൂട്ടുവിശ്വാസി ആയിക്കൊള്ളട്ടെ, സ്നേഹിതനായിക്കൊള്ളട്ടെ, ഏതൊരു മാനുഷിക ആലോചനയും നാം ദൈവത്തിന്റെ സന്നിധിയിൽ വയ്ക്കണം. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹ്യൂമൻ കൗൺസിലിൽ ഒന്നെന്ന് പറയുന്നത് ദോഷകരമായ
ശരിയല്ലാത്ത ആലോചന. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ സങ്കീർത്തനത്തിൽ ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, walk not in the counsel of the wicked, നടക്കാതെ എന്നിട്ട് ആ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതയാത്രയിൽ ആലോചനക്കാരായിട്ട് പലരും ഒരുപക്ഷെ അടുത്തു വന്നതുണ്ട്. എന്നാൽ ആലോചകനെയും തിരിച്ചറിയണം, ആലോചനയും തിരിച്ചറിയണം കേട്ടോ. ഇത് രണ്ടും തിരിച്ചറിയണം. ആലോചനക്കാരനെ വിവേചിച്ചറിയണം, ആലോചനയെ നമ്മൾ തിരിച്ചറിയണം. ഒത്തിരി ഉദാഹരണം പറയുവാനായിട്ടുണ്ട്. എല്ലാം പറയാതെ ഒന്ന് രണ്ടും തൊട്ട് പറയാം. നമുക്കറിയാം, ചരിത്രത്തിൽ തിരുവചനത്തിൽ ഒരിക്കല് അഹീതോഫേൽ എന്ന് പറയുന്ന ദാവീദിന്റെ വിശ്വസ്തനായ ഒരു ദാസൻ താൻ കാലുമാറിയിട്ട് അബ്ശാലോമിന് ഒരിക്കലും ഒരു ആലോചന പറഞ്ഞു. ദാവീദിനെ കൂട്ടാനുള്ള ഒരു ആലോചന. അവൻ പറഞ്ഞ ആലോചനയൊക്കെ കീർത്തിയ. അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ച സംഗതി ഒക്കും. പക്ഷെ ആലോചന ശരിയാണെങ്കിലും അത് ദൈവിക ആലോചനയല്ല, ദൈവഹിതപ്രകാരമുള്ള ആലോചനയല്ല. ഇതിനെക്കുറിച്ച് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് എന്ത് ചെയ്യുന്ന വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തോട് ഒറ്റ കൊച്ചു പ്രാർത്ഥന, നീ അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് ഒരൊറ്റ പ്രാർത്ഥന. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. തമ്പുരാൻ ആ ആലോചനയ്ക്ക് വേളയിൽ തന്നെ കയ്യങ്ങ് വെച്ചു, കാര്യമങ്ങ് മാറി മറിഞ്ഞു. ഇങ്ങനെയുള്ള അഹീതോഫേലുമാരുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടായിരിക്കും, ബ്രൂട്ടസ് യു ടു എന്ന് പറയുന്നത് പോലെയായിരുന്നു അഹീതോഫേലിന്റെ ആലോചന. എന്താ ബ്രൂട്ടസ് യു ടു എന്ന് പറഞ്ഞത്? ബ്രൂട്ടസ് നീയുമോ? എവിടെ നിങ്ങളിത് കേട്ടിട്ടുള്ളത്? ജൂലിയസ് സീസർ എന്ന് പറയുന്ന ആ റോമൻ ചക്രവർത്തി, നാടകമായിട്ട് പിന്നത്തേതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നടന്ന കാര്യം കേട്ടോ, വെറും നാടകമല്ല. ജൂലിയസ് സീസറിനെ പട്ടിയെ പോലെ തന്റെ അനുചരന്മാരിൽ കൂടെ തല്ലിക്കൊല്ലു. ആ സമയത്താണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനായ ബ്രൂട്ടസും ആ കൂട്ടത്തിൽ നിന്ന് തന്നെ തല്ലുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ കിടന്നുകൊണ്ട് ആ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ചരിത്രം പറയുന്നത്, മോനെ എന്ന് വിളിച്ചുകൊണ്ട്, സൺ ബ്രൂട്ടസ് യു ടു, മോനെ ബ്രൂട്ടസ് നീയുമോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചു. നാടകത്തിൽ അത് വന്നപ്പം സൺ അങ്ങ് പോയി. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാരെല്ലാം പറയുന്നത് ബ്രൂട്ടസ് യു ടു എന്നേ പറയാം. യൂട്യൂബ് എന്നൊന്നുമല്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിലും ശുശ്രൂഷയിലും ഒക്കെ ബ്രൂട്ടസുമാരും ഹീതോഫേലുമാരും ഒക്കെ ആലോചനക്കാരായിട്ടൊക്കെ എഴുന്നേൽക്കുന്ന സാഹചര്യം വന്നെന്നിരിക്കും. പക്ഷെ നമ്മൾ അതിനെയൊക്കെ വിവേചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കളാണ്. മറ്റൊരു ആലോചനക്കാരനെ നമുക്കറിയാം, തന്റെ ആലോചനയെ പുതിയ നിയമ എഴുത്തുകാർ പറയുന്നത് അതൊരു പ്രത്യേക ഉപദേശമായിട്ടങ്ങ് മാറിയെന്ന്. അതാരാന്നറിയാമോ നിങ്ങൾക്ക്? ബിലെയാം ബാലാക്കിനൊരു ഉപദേശം വെച്ചു കൊടുത്തു. എന്നാ ഉപദേശമായിരുന്നത്? എന്നാ ഉപദേശമായിരുന്നു? പറഞ്ഞു കൊടുത്തതൊക്കെ ബാലാക്കിന് ഗുണം വന്നു, അതൊക്കെ കാര്യം ശരിയാ. വിഗ്രഹാർപ്പിതം തിന്നുവാനും പരസംഗം ആചരിപ്പാനും ഇസ്രായേൽ മക്കളെ പ്രേരിപ്പിക്കേണ്ടതിന് ബാലാക്കിന് ആലോചന പറഞ്ഞു കൊടുത്ത ബിലെയാം. ഒടുവിൽ അത് ബിലെയാമിന്റെ ഉപദേശമെന്നായി ഊതി വധിച്ചത് കൂട്ടത്തിലൂടെ ചേർത്തു. എന്നാൽ ആലോചനക്കാരന് വന്ന് സംഭവിച്ചത് ഇന്നത്തേതിൽ നമുക്കറിയാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരുപക്ഷെ നമ്മെ കൃപയിൽ നിന്ന് അന്യപ്പെടുത്തേണ്ടതിന്, നമ്മുടെ ലക്ഷ്യം തെറ്റിച്ച് കളയേണ്ടതിന്, നമ്മുടെ പാതകളെ വ്യതിചലിപ്പിക്കേണ്ടതിനൊക്കെ പലതരത്തിലുള്ള ആലോചനകൾ പല കോണുകളിൽ നിന്ന് നമ്മുടെ അടുക്കൽ കടന്നു വന്നു എന്ന് വരാം. Be very careful. Beware of the wicked counsels
that come in our life. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദോഷകരമായ ദുഷ്ടകരമായ അങ്ങനെയുള്ള ആലോചനകളെ